കുടിയൊഴിപ്പിക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിൽക്കുന്നത്. ഇതിനു മുമ്പും പലതവണ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ പിന്മാറിയിരുന്നൊരു പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, ഉറച്ചു തന്നെയാണ് നടപടി. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ച വരെയുണ്ട്. അവിടെ കൂടിയിരിക്കുന്ന പ്രതിഷേധക്കാരെ നീക്കുക എന്നുള്ളത് തന്നെയാണ് നിൽക്കുന്നത്. സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. നമുക്ക് കാണാം, CPM ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമരപ്പന്തൽ വരെ അവിടെ ഉണ്ട്. ആ പന്തലിലേക്കാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യം. അവിടെ സമരം ചെയ്യുന്ന ആളുകളെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. പലതവണ അവിടെ പ്രതിഷേധം ഉണ്ടായതാണ്. മാറില്ല എന്ന് ഉറച്ചു തന്നെ അവിടുത്തെ നാട്ടുകാർ ഉണ്ടായിരുന്നതാണ്. അപ്പോഴൊക്കെ ഈ പ്രതിഷേധത്തെ തുടർന്ന് പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഡാനി, ഇത്തവണ ഉറച്ചാണ് എന്നത് വ്യക്തമാകുന്നു. പ്രതിഷേധങ്ങൾക്കൊന്നും വഴങ്ങുന്നില്ല. ആ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ നടപടി പോകുന്നത്. ദൃശ്യങ്ങളിൽ കാണാം ജലപീരങ്കി പ്രയോഗിക്കുന്നത്. എന്താണ് സാഹചര്യം? ഡാനിയിലേക്ക് വരാം. ശക്തമായ രീതിയിലുള്ള പോലീസ് നടപടികളാണ് നടക്കുന്നത്. വലിയ പോലീസ് സന്നാഹം തന്നെയാണ് അവിടെ ഉള്ളത്. എന്തായാലും ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ ആ സമരപ്പന്തൽ തന്നെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസിൻ്റെ നടപടി. നാട്ടുകാരുടെ പ്രതിഷേധത്തിന് മുന്നിൽ വഴങ്ങില്ല എന്നുള്ളത് തന്നെയാണ്, ഇത്തവണ വഴങ്ങില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടി. അവിടെ കുന്നും തള്ളിലേക്കും കാര്യങ്ങൾ നീങ്ങുകയാണ്. പോലീസ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്ത്രീകളടക്കം കുട്ടികളടക്കമുള്ളവരുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ പോലീസ് ഈ പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് വലിച്ചിഴച്ച് ഇവിടെ നിന്ന് നീക്കുകയാണ്. നേരത്തെ ജലപീരങ്കി ഇവിടേക്ക് പ്രയോഗിച്ചു. ഇതിൽ ഓർക്കുക, ഇതിൽ സമരം ചെയ്തിരുന്നതിൽ കൂടുതൽ സ്ത്രീകളാണ്. പ്രായമുള്ള സ്ത്രീകളടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടേക്ക് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. പോലീസ് ഇതിനകത്തേക്ക് സമരപ്പന്തലിനകത്തേക്ക് കടന്നു കയറിക്കൊണ്ട് ഓരോരുത്തരെയും ബലം പ്രയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഇവിടെ നിന്ന് പോലീസ് സമരക്കാരെ ഓരോരുത്തരെയുമായിട്ട് ഇവിടെ നിന്ന് വലിച്ചഴിച്ച പോലീസ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് 15ാം തവണയാണ് ഈ ഒരു നടപടിക്ക് വേണ്ടി അഭിഭാഷക കമ്മീഷൻ അടക്കം എത്തുന്നത് എന്ന് പറയുകയുണ്ടായി. കഴിഞ്ഞ 14 തവണയും പ്രതിരോധിച്ച് നിന്നിരുന്നു. പക്ഷേ ഇക്കുറി പോലീസ് സർവ്വസന്നാഹങ്ങളുമായി ഇവിടേക്ക് എത്തുകയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ പോലീസ് വലിയ യൂണിറ്റ് പോലീസ് സംഘങ്ങൾ ഇവിടേക്ക് എത്തിയിരുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ അതിൽ പറഞ്ഞ് സമരക്കാർ ദേഹത്ത് പെട്രോൾ അടക്കം ഒഴിച്ചിട്ട് അതിൽ തൽക്കാലം പോലീസും അഭിഭാഷക കമ്മീഷനും അടക്കം പിന്മാറുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ വൈകുന്നേരത്തോട് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ കൂടുതൽ സന്നാഹങ്ങളുമായിട്ട് പോലീസ് എത്തുകയും ഇവിടെ നിന്ന് ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ സമരപ്പന്തൽ അഴിച്ച മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പോലീസിന്റെ നടപടികൾ തുടരുകയാണ്. ഇവിടെ സമരത്തിൽ ഇരുന്നിരുന്ന മുഴുവൻ പേരെയും തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ദൃശ്യങ്ങളിൽ കാണാം, സ്ത്രീകളടക്കമുള്ളവരെ പോലീസ് കൊണ്ടുപോകുന്നു. അവരുടെ കുട്ടികളടക്കം ഇതിലുണ്ട്. അമ്മയെ കൊണ്ടുപോകുമ്പോൾ മക്കൾ കാലിൽ പിടിച്ച് നിൽക്കുന്ന കാഴ്ചകളെല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നു. പോലീസ് ഇപ്പോൾ കോളനിക്ക് അകത്തേക്ക്, പരിയങ്കാവ് കോളനിക്ക് അകത്തേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. വലിയ പോലീസ് സന്നാഹങ്ങൾ ഇപ്പോൾ ഇതിനകത്തേക്ക്, കോളനിക്കകത്തേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാൽ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ നടപടികൾ ഏകോപിപ്പിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് 2 സ്ത്രീകളെ, അത് ഇവിടെ ഇപ്പോൾ ഈ തറയിൽ വീണ് കിടക്കുന്ന സ്ത്രീകളെ പോലീസ് വലിച്ചഴിച്ച് ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് സമാനമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ കോളനിക്ക് അകത്തേക്ക് കയറുമ്പോഴെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിരവധി വീടുകൾ ഇതിനകത്തുണ്ട്. ഇവർക്ക് എത്രയും പെട്ടെന്ന് കുടിയൊഴിപ്പിക്കൽ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ ഈ സർവേ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണം എന്നത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇവർ പറയുന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി തങ്ങൾ ഇവിടെ താമസിക്കുകയാണ്. തങ്ങളുടെ 4 തലമുറകളോളം ഇവിടെ താമസിക്കുന്നവരുണ്ട്. ഇവിടെ നിന്ന് തങ്ങൾക്ക് ഒഴിഞ്ഞു പോകാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഒരു സ്വകാര്യ വ്യക്തി കൊടുത്ത ഹർജിയാണ് ഇപ്പോൾ ഈ ഒരു നടപടികളിലേക്ക് നീങ്ങുന്നത്. കാരണം തങ്ങളുടെ ഭൂമിയിൽ ഇവർ അനധികൃതമായി കുടിയേറിയിരിക്കുകയാണ് എന്നതെല്ലാം പറഞ്ഞത്. അതോടൊപ്പം തന്നെ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് നേടിയതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ള ഈ നടപടി
15 തവണ 2023 മുതൽ ഇവിടെ ഈ നടപടികളിലേക്ക് കമ്മീഷൻ ഞങ്ങൾ ആവശ്യം വീടാണ് എന്ത് പറയാ അരി വെക്കുന്ന കാര്യം വരുന്നുണ്ടാവും ഇതിനകത്ത് വിടുന്നല്ലേ സൈഡ് വേണം സൈഡ് വേണം. ഇപ്പോൾ നടപടികൾ പൂർത്തിയാക്കി ഓരോ ഭാഗത്തു നിന്ന് അഭിഭാഷക കമ്മീഷൻ മുന്നോട്ട് നീങ്ങുകയാണ്. ഓരോ വീടുകളിലേക്കും ഈ നോട്ടീസ് നൽകുക എന്ന രീതിയിലേക്ക്, നോട്ടീസ് പതിപ്പിക്കുക എന്ന രീതിയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ഓരോ വീടുകളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ വലിയ പോലീസ് സന്നാഹത്തോടുകൂടി തന്നെയാണ് ഓരോ വീടുകളിലേക്കും കടന്നു ചെല്ലുന്നത്. ചിലയിടങ്ങളിൽ ആത്മഹത്യാ ശ്രമങ്ങൾ വരെ ഉണ്ടാകുന്നു. അതിനെയടക്കം നേരിട്ടുകൊണ്ട് അവരെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോലീസ് മുന്നോട്ട് നീങ്ങുന്നു. ഇപ്പോൾ ഓരോ വീടുകളിലും ചെന്ന് ഈ നോട്ടീസ് അടക്കം പതിപ്പിക്കുക, അവരെ ഒഴിഞ്ഞു പോകുക, സർവേയുടെ ഭാഗമായിട്ട് അത് ഈ കുടിയൊഴിപ്പിക്കൽ നടപടികൾ എന്ന രീതിയിലേക്ക് അത്തരം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന നിയമ നടപടികൾ, അതിൻ്റെ രീതിയിലുള്ള
പരിപാടികൾ സമരപരിപാടികൾ അടക്കം തുടരുകയായിരുന്നു. 15ാം തവണ ഇപ്പോൾ ഈ അഭിഭാഷക കമ്മീഷൻ ഇവിടേക്ക് എത്തുന്നു. അതിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇതിനകത്തേക്ക് കടന്നിരിക്കുന്നു. കോളനിക്കകത്തേക്ക് കടന്ന് ഓരോ വീടുകൾ ഏതൊക്കെയാണ് എന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് ഏതൊക്കെ വീടുകളാണ് ഇത് നടപടി നേരിടുക, നിയമ നടപടികൾ നേരിടുക എന്നതെല്ലാം ഈ സർവേയുടെ ഭാഗമായിട്ട് പൂർത്തീകരിക്കുകയാണ് അഭിഭാഷക കമ്മീഷൻ. ഓരോ വീടുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് ഇത്തരം നടപടികൾ പൂർത്തീകരിക്കുന്നു. എല്ലായിടത്തും തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഏതായാലും ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ വലിയ സങ്കടമുണർത്തുന്ന കാഴ്ചകൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. കാരണം അവർ പറയുന്നത്, വീട്ടുകാർ ഓരോരുത്തരായി പറയുന്നത്, തങ്ങൾ കഴിഞ്ഞ നാളുകളായി ഇവിടെ പാർക്കുകയാണ്. എത്രയോ നാളുകളായി തങ്ങളുടെ പൂർവികരുൾപ്പെടെയുള്ളവരുടെ പാർക്കുന്നു. 100 വർഷത്തെ ചരിത്രം അല്ലെങ്കിൽ 100 വർഷമായി ഞങ്ങളുടെ പൂർവികർ ഇവിടെയുണ്ട്. അതിനുശേഷം വന്ന തലമുറകളാണ് ഞങ്ങളുടെ. അതുകൊണ്ട് ഇവിടെ ഒഴിഞ്ഞു പോകാനായിട്ട് കഴിയുകയില്ല. ഇതിൽ ഈ നിയമ നടപടികൾ മുൻനിർത്തിക്കൊണ്ട് തങ്ങളെ കുടിയൊഴിപ്പിക്കും. ഞങ്ങൾ ഈ മാതിരി പെരുമാറ്റം കഴിഞ്ഞ ഈ മാസം ഞങ്ങളെ കഷ്ടമായിട്ട് ഇങ്ങോട്ട് തന്നെ പറ്റില്ല സാറേ, പറ്റില്ല. ഞങ്ങൾക്ക് എളുപ്പമാണ്, കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ നിങ്ങളൊന്ന് പറ. നിങ്ങൾ പറഞ്ഞിട്ട് ഒന്നും ചെയ്തോ, എന്താന്ന് വെച്ച് കാട്ടിക്കോ, കുഴപ്പമില്ല. നിങ്ങൾ കാര്യങ്ങൾ പറ, ഞങ്ങൾ എവിടെ പോകും? ഞങ്ങളെല്ലാവരും മടിച്ചു ഞങ്ങൾ ചെയ്യും. സ്ത്രീകളുടെയും കുട്ടികളുടെയും കരച്ചിലുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കേൾക്കാനും കാണാനും എല്ലാം തന്നെ കഴിയുന്നത്. കാരണം വർഷങ്ങളായി തങ്ങൾ താമസിക്കുന്നിടങ്ങളിലേക്ക് ഇപ്പോൾ പോലീസിന്റെ സഹായത്തോടെ അഭിഭാഷക കമ്മീഷൻ സർവേക്കും മറ്റുമായി കടന്നു വന്നിരിക്കുന്നു. ഇവർ പറയുന്നതനുസരിച്ച് 1 നൂറ്റാണ്ടിലധികമായി തങ്ങളുടെ പൂർവികരടക്കം താമസിക്കുന്ന ആ ഒരു ഭൂമിയാണ്. അവിടേക്കാണ് ഇപ്പോൾ നടപടികളുമായിട്ട് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവരിതിനെ പ്രതിരോധിക്കാനെല്ലാം തന്നെ ശ്രമിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പുതിയ സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു നടപടികൾ ഉണ്ടായിരിക്കുന്നു എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും പോലീസിന്റെ സഹായത്തോടുകൂടി പോലീസിന്റെ സഹായത്തോടുകൂടി അഭിഭാഷക കമ്മീഷന്റെ നടപടികൾ തുടരുകയാണ്. ഓരോ വീടിനകത്തേക്ക് കയറാനുള്ള ശ്രമങ്ങളെയാണ് ഇപ്പോൾ സ്ത്രീകൾ കൂട്ടം ചേർന്നുകൊണ്ട്
പ്രതിരോധിക്കുന്നത്. അവരെ പിടിച്ചു മാറ്റാനായിട്ട് പോലീസും എത്തിയിരിക്കുന്നു. ഇതിൽ ഓരോ വീട്ടിന് മുന്നിൽ നിന്നും ഓരോരുത്തരെയായിട്ട് പോലീസ് പിടിച്ച് മാറ്റാനുള്ള ഒരു ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അതിനിടയിൽ വാവിട്ട് കരയുന്ന കുട്ടികളും എല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇതിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇതൊരു 15ാം തവണയാണ് പോലീസ് ഇവിടേക്ക് വരുന്നത്, പോലീസിന്റെ സഹായത്തോടെ അഭിഭാഷക കമ്മീഷൻ വരുന്നത്. പക്ഷേ ഇക്കുറി നടപടികൾ ശക്തമാക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. ഇതിൽ സുപ്രീം കോടതിയിൽ നിന്നടക്കം നേടിയ അനുകൂല ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് നടപടികൾ എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ തങ്ങൾക്കൊരു ബദൽ നിർദ്ദേശം പോലുമില്ല. തങ്ങൾ ഇത്തരം കാലമായിട്ട് താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുമ്പോൾ എവിടേക്ക് മാറണം, എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച് യാതൊരു രൂപവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. ഇതിൽ കൃത്യമായ ഒരു ചർച്ചയോ കാര്യങ്ങളോ ഒന്നും നടക്കാതെ ഏകപക്ഷീയമായിട്ട് ഒരു കോടതി അനുകൂല ഉത്തരവിന്റെ പേരിലാണ് ഈ നടപടികൾ എന്നതാണ് ഇവിടെയുള്ളവർ പറയുന്നത്. സമരക്കാർ ഇപ്പോൾ രാവിലെ വലിയ രീതിയിലുള്ളൊരു ആളുകൾ ഇവിടെ സംഘടിച്ചിരുന്നെങ്കിലും ഉച്ചയോടുകൂടി ഒരു നടപടികൾ ഉണ്ടാകില്ല എന്നൊരു ധാരണയിലേക്ക് വരികയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴാണ് പോലീസ് സഹായത്തോടുകൂടി നടപടികൾ കർശനമാക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. ഇതിൽ സമരക്കാർ പലതവണ ദേഹത്ത് പെട്രോളും മണ്ണെണ്ണയും എല്ലാം തന്നെ ഒഴിച്ചു. അത് അഗ്നിശമന സേനാംഗങ്ങൾ ഉൾപ്പെടെ വന്ന് അത് നിർവീര്യമാക്കുന്നു. ഇതിനുശേഷമാണ് പോലീസ് ശക്തമായ നടപടികൾ ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചത്. ഇതിനുശേഷം സമരക്കാർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് നേരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ജലപീരങ്കി ഉണ്ടായത്. ഇതിന് ശേഷം ഇവരെ ഓരോരുത്തരെയായി പിടിച്ചു മാറ്റുകയായിരുന്നു. വലിച്ചിഴച്ചുകൊണ്ട് പോവുകയാണ് സ്ത്രീകളെ. ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകുമെന്നാണ് പോലീസിനോട് അവർ ചോദിക്കുന്നത്. കൃത്യമായ നടപടിയില്ല, എങ്ങോട്ടേക്ക് മാറ്റും, അന്തി ഉറങ്ങാനൊരു സ്ഥലം, അതാണ് അവർ ചോദിക്കുന്നത്. ആ വീടിന്റെ മുറ്റത്ത് കൂട്ടത്തോടെ നിൽക്കുന്ന സ്ത്രീകളെയാണ് കാണുന്നത്. കരഞ്ഞു നിലവിളിക്കുകയാണ് അവർ. പോലീസ് വലിച്ചിഴച്ചുകൊണ്ട്, തറയിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് പോവുകയാണ് സ്ത്രീകളെ. ഈ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. മനസ്സ് പിടിച്ചൊലിപ്പിക്കുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ 14 തവണയായി പോലീസ് ഇവിടെ എത്തിയിരുന്നെങ്കിൽ തുടർന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതൊന്നുമില്ല. 15ാം തവണ ഒഴിപ്പിക്കാനുള്ള നടപടികളിലേക്ക് വളരെ ശക്തമായി നീങ്ങുന്നു. സമരപ്പന്തൽ ജലപീരങ്കി ഞങ്ങൾ എവിടെ പോകുമെന്നാണ് ആ സ്ത്രീകൾ ചോദിക്കുന്നത്. അതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ സംഘർഷമാണ് അവിടെ നടക്കുന്നത്, ഒരു തർക്കവുമില്ല. 100 വർഷത്തിന് മേലെയായി കഴിയുന്നവരാണ്. ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും? തലമുറകളായി അവിടെ ജനിച്ച് വളർന്നവരാണ്. ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകും എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. മാധ്യമപ്രവർത്തകരോട് അവർ സംസാരിക്കുന്നുണ്ട്. വലിയ സംഘം തന്നെ, നിങ്ങൾ പ്രേക്ഷകർ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു വലിയ സംഘം പോലീസാണ് കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തുന്നത് എന്നതുകൂടി ഓർക്കുക. എന്തായാലും വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യമുണ്ട്. പോലീസ് ജീവിച്ചു